ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ചേരുന്നുണ്ട്. ശശികല ടീച്ചർ, ഈ സ്വർണം ചെമ്പാക്കിയ മജീഷ്യൻ വാസു ആണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ മുതിർന്ന CPM നേതാവാണ് ഈ വാസു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടാണ് നടന്നത് എന്ന നിർണായക വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഈ വാസുവിന്റെ അറസ്റ്റിലേക്ക് നീങ്ങാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് BJP കേരളത്തിൽ നടത്തിയ ശക്തമായ സമരം തന്നെയല്ലേ ശശികല ടീച്ചർ? സന്തോഷമുണ്ട് ഈ കാര്യത്തില്. കാരണം നട്ടപ്പാതിര നേരത്തെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച സഖാവ് വാസു കൊള്ളക്കേസിൽ തന്നെ അറസ്റ്റിയായി എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. വളരെ വൈകിയാണെങ്കിലും വളരെ വൈകിപ്പോയി എന്നുള്ളൊരു സത്യമാണ്. ഒരുപക്ഷെ ആദ്യം അറസ്റ്റിലാവേണ്ടുന്ന പ്രതി സഖാവ് N വാസുവാണ്. പക്ഷെ ഇത്രയും വൈകിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ്. വെറും ഒരു സാധാ തുക്കട നേതാവൊന്നുമല്ല. 2 വട്ടം കൊളക്കട പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ആള്, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ആള്, അങ്ങനെ CPM നിർണായകമായ സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമാണ് ഇപ്പൊ അറസ്റ്റിലാവുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ പാർട്ടിയെ തന്നെ അറസ്റ്റ് ചെയ്ത അവസ്ഥയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തന്നെ കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത ഒരു ദുരവസ്ഥയിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ക്ഷേത്രം സംരക്ഷിക്കാമെന്ന് പറഞ്ഞു ചെന്നവർ അവിടെ ഇനി പൊളിച്ചു കൊണ്ടുപോകാൻ ഒന്നും ബാക്കിയില്ല എന്നുള്ളതാണ്. വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷമാണ്. എങ്കിൽ കൂടിയും വൈകിയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒരുപക്ഷെ തെളിവുകൾ മായ്ക്കാനുള്ളൊരു തന്ത്രമായി കൂടി നമുക്കിതിനെ കാണാൻ പറ്റില്ലേ ശശികല ടീച്ചർ? തീർച്ചയായും. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇത്രയും പ്രമാദമായ ഒരു കൊള്ളക്കേസ്, അതും അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിക്ഷിപ്തമായ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് എങ്ങനെ ഇത്ര നാൾ വൈകി? സെപ്റ്റംബർ ആദ്യം മുതൽ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതല്ലേ ഇത്? ഒക്ടോബർ കഴിഞ്ഞ് നവംബർ പകുതിയായി ഒരു അറസ്റ്റിലേക്ക് എത്തിയപ്പോൾ വളരെ മിടുക്കനാണ്. കാരണം കക്കാൻ അറിയുന്നവർക്ക് നിൽക്കാനും അറിയുണ്ടാവും. അത്രയും വളരെ മിടുക്കനായി രാഷ്ട്രീയ സ്വാധീനമുള്ള, അതും പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണകക്ഷിയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ 1.5 മാസക്കാലം സ്വതന്ത്രമായി വിട്ടു എന്ന് പറഞ്ഞാല് തീർച്ചയായും അത് തെളിവുകൾ മായ്ക്കാൻ തന്നെയാണ്. ഈ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും അത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായി മാറിയിട്ട് ഈ കേസ് കോടതിയിൽ എത്തുമ്പോഴേക്കും എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ഭയം സ്വാഭാവികമായും എല്ലാവരിലും ഉണ്ട്. കാരണം കത്തുന്നവരും അന്വേഷിക്കുന്നവരും എല്ലാം ഒരേ പാർട്ടിയുടെ അടിമകളാണ് എന്നതുകൊണ്ട് തന്നെ സത്യത്തിലേക്ക് എത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾ ശക്തമായി പറയുന്നത് ഇത് കേരളത്തിന് പുറത്തൊരു ഏജൻസി അന്വേഷിക്കണം. ഇതിവിടെ മിക്കവാറും തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചിട്ട് തന്നെ കോടതിയിൽ എത്തൂ എന്നതിന് യാതൊരു സംശയവും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്, കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ഘടനയെ പറ്റി തന്നെ ഗൗരവമായി മാറ്റം വരുത്തേണ്ടുന്ന, ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് സ്വതന്ത്രമാക്കേണ്ടുന്നതിലേക്കുള്ള ഏറ്റവും വലിയൊരു ഇതായിട്ടാണ് ഇവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറസ്റ്റിലായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നാണിച്ച് തല താഴ്ത്തണ്ടേ? കേരളം നാണിച്ച് തല താഴ്ത്തണം. ഒരു ദേവസ്വം ഉത്തരവാദപ്പെട്ട ഒരു ദേവസ്വം, ശബരിമല അയ്യപ്പനെ അടക്കമുള്ള അല്ലെങ്കിൽ മലയാളപ്പുഴ ദേവിയെ അടക്കമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ മുഴുവൻ കൈകാര്യകർത്തൃത്വം നടത്തേണ്ടിയിരുന്ന ആ അധികാരം നിക്ഷിപ്തമായ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു ഗതികേട് കേരളത്തിന് വന്നു എന്ന് പറഞ്ഞാല്, അപ്പൊ ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം, അതിന്റെ രാഷ്ട്രീയ മേൽക്കോയ്മ അത് അവസാനിപ്പിച്ചേ മതിയാകുള്ളൂ. അപ്പൊ ഇത് അതിനുള്ളൊരു തുടക്കമാകണം. ഈ അറസ്റ്റും അല്ലെങ്കിൽ ഈ കൊള്ളയിലെ ഇവരുടെ ഉത്തരവാദിത്വമൊക്കെ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം പിരിച്ചുവിടാനുള്ളതിലേക്കുള്ള ഏറ്റവും പ്രധാനമായി ഇനി ജനങ്ങൾ പ്രധാനമായി ആവശ്യപ്പെടുന്ന വിഷയം, ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് ഇതിനെ മോചിപ്പിക്കണം എന്നാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവൂ എന്ന് പോലും നമുക്ക് സംശയമാണ്. ഒരു ഉദ്യോഗസ്ഥനല്ല, അല്ലെങ്കിൽ വഴിയെ പോയ ഒരാളല്ല, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരം ഒരു കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ഇത് മാറ്റങ്ങൾക്ക്, ഇനി ദേവസ്വം ബോർഡിന്റെ സംവിധാനത്തിന്റെ മാറ്റങ്ങൾക്ക് വിധേയമാകണം. തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പെങ്കിലും ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് പറയാനുള്ളത്.